കല്ലു കല്ലു എന്താ നീ ഇവിടെ ഇരിക്കുന്നെ? ഒന്നുമില്ലാന്നൊന്നും അല്ല, നിന്റെ മുഖം കണ്ടാ അറിയാം എന്തോ ഉണ്ടെന്ന്. ഒന്നുമില്ല കുഞ്ഞമ്മ. നീ നുണയൊന്നും പറയണ്ട. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചിട്ട് ഈ കയ്യിലോട്ട് ഇട്ടത്. അന്ന് മുതൽ നിന്നെ ഞാൻ തോളിലേറ്റ് നടക്കാൻ തുടങ്ങിയതാ. നീ കുഞ്ഞമ്മയോട് കാര്യം പറ. എന്നെ പ്രസവിച്ചിട്ട് കുഞ്ഞമ്മയുടെ കയ്യിലോട്ടാണോ തന്നെ? അത് ആദ്യം അമ്മൂമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് കേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു, എന്റെ കയ്യിലും തന്നായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ വിഷയം. നിന്റെ പ്രശ്നം എന്താന്ന് പറ. കുഞ്ഞമ്മ, ജീവിതം മടുത്തു കുഞ്ഞമ്മ. ജീവിതം മടുത്തെന്നാ? അതിന് മാത്രം നീ ജീവിച്ചാ? ഇതൊക്കെ ഒരു ജീവിതമാണോ കുഞ്ഞമ്മ? നീ ഇപ്പൊ കാര്യം പറ. ബോറടിക്കുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് ആർക്കാണോ? ആർക്കാണെന്നാ? കുഞ്ഞമ്മ, ഞാനേ അങ്ങ് കുഴിപ്പണത്ത് പോവാന്ന് ആലോചിക്കുക. നീ എന്തിനാ കുഴിപ്പള്ളത്ത് പോന്നേ? നീ കുഴിപ്പള്ളത്ത് പോയി കഴിഞ്ഞ് ഞാനിവിടെ തനിച്ചാവത്തില്ലേ? നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം. എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. കുഞ്ഞമ്മ, സ്കൂൾക്ക് അവധിയല്ലേ, എന്നിട്ട് ആരും എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അത് നീ പറഞ്ഞ ശരിയാ. എന്തായാലും വലിയ ടൂറിനൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ ടൂർ വേണ്ട, ചെറിയ ടൂർ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി മതി. ചെറിയ ടൂറല്ലേ? നമുക്ക് ആലോചിക്കാം. അങ്ങനത്തെ കൊറേ കൂടായി പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ഇവൻ. ഒരു ദിവസം എന്റെ കയ്യും കാലൊക്കെ കെട്ടി വായിൽ കുറെ തുണിയും തിരികെ കയറ്റിട്ടത് ഈ അലമാരിയില്ലേ ഇതിന്റെ മണ്ടക്ക് തന്നെ കയറ്റിട്ടുണ്ട്. അളെ അത് കയ്യിലിരിപ്പ് കാരണമാണ്. ആ പിന്നെ കയ്യിലിരിപ്പ് ചേച്ചി കയ്യിലിരിപ്പ് അളിയനും ചെയ്തു പോയില്ലേ? ആ പിന്നെ നിങ്ങളെല്ലാരും ഇവിടെ ചിരിച്ചാച്ചിരുന്നോ? എന്താണ് രാവിലെ എന്റെ ശബ്ദത്തിനൊക്കെ ഒരു കടുപ്പം? എന്താ കാരണം എന്ന് പറഞ്ഞ ചേച്ചി സാധിച്ചു തരുമോ? എടോ താനാദ്യം കാര്യം പറ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഈ പിഞ്ചു കുഞ്ഞുണ്ടല്ലോ, ആ റൂമിൽ വിഷമിച്ചിരിക്കുവായിരുന്നു. ആണോ പിഞ്ചു കുഞ്ഞ്? എന്താണ് പിഞ്ചു കുഞ്ഞിന്റെ വിഷമം? അച്ഛൻ്റെ അടുത്ത് പറ, എന്താ മോടെ വിഷമം? എന്താണ് ഇങ്ങനെ നോക്കണോ? കൊച്ചിന്റെ എല്ലാം കട്ടോ? ദേഷ്യം കളഞ്ഞിട്ട് താൻ കാര്യം പറയടോ. അച്ഛൻ്റെ അടുത്ത് പറയടാ. ഓ, ഒരച്ഛൻ വന്നേക്കുന്നെ. വെക്കേഷൻ ആയിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങോട്ടും കൊണ്ടുപോകാത്തൊരച്ഛൻ. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് പ്രശ്നം. അളയോ ലച്ചുവിനെ വിളിക്കണ എന്തിനാ? ഞാൻ കൊറേ തവണ പറഞ്ഞതല്ലേ. പിന്നെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. കല്ലുമാ, നീ വരുത്തപ്പെടാതെ കൊഞ്ചം കഴിച്ച് ആന്റി കടയില് പോവാൻ. അപ്പൊ ഞാൻ ഉണ്ടെയും കൂട്ടിട്ട് ഒന്നും മിണ്ടായിരി ആന്റി. കടയിലാണോ കൊണ്ടുവന്നേ? ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചേ, അല്ലേ കല്ലു? ഞങ്ങള് ദൂരെയുള്ള സ്ഥലത്തൊന്നും പോകണമെന്നല്ല ഞങ്ങള് പറയുന്നേ. അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയാൽ മതി. എന്നുവെച്ചാ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത്. ഓ, കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ കല്ലുവും മക്കളെ പാറു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ പാറമണ സൈഡിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി കാറ്റും വെളിച്ചമൊക്കെ കൊള്ളിച്ച് പറ്റുമെങ്കിൽ പൂമ്പാറ്റയും കാണിച്ചു തരാം. എന്താ പറയണ? ചില കാര്യം പറയുമ്പോ കളിയാക്കല് പറഞ്ഞേക്കാം. കുഞ്ഞമ്മ വേണ്ട, എന്റെ പേരും പറഞ്ഞിട്ട് വഴക്ക് വേണ്ട. എന്റെ ജീവിതം ഞാൻ ഇവിടെ അങ്ങ് തീർത്തോളാം. பாவம் கல்லு, அவளுக்கு ரொம்ப வருத்தம் இருக்கு. ആന്റി കറിയണ എന്തിനാ? இல்ல பாவம் தானே, சின்ன புள்ள தானே. ആന്റി വിഷമമൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ 100% ഒരു 30% ഷോയാണ്. ഷോ ഒന്നും അല്ല. ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ. അവക്ക് നല്ല വിഷമായിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞിന് വിഷമാവുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ ആഗ്രഹമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച്. തീരെ നിവർത്തിയില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവും. ആ, ഞങ്ങളുടെയൊക്കെ ഒരു വിധി. കല്ലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കല്ലു, ഇപ്പൊ നിന്റെ അമ്മ വന്നിട്ട്
പാല് കുടിക്കാൻ പറയും. അപ്പൊ നീ കുടിക്കൂ? കുടിക്കാം. കുടിക്കരുത്. ഉം. ഞാനും കുടിക്കത്തില്ല. ആ, പിന്നെ ഫുഡ് കഴിക്കാൻ പറയും. അപ്പൊ നീ കഴിക്കോ? ഇഷ്ടം പോലെ കഴിക്കാം. കഴിക്കരുത്. ആ, നമ്മൾ ഇന്ന് നിരാഹാരത്തില. എന്നുവെച്ചാ എന്നുവെച്ചാൽ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല. നീ കഴിക്കോ? ഞാനൊന്നും കഴിക്കത്തില്ല. പറ്റിക്കോ? ഞാൻ പറ്റിക്കത്തില്ല. എന്നാ ഓക്കെ. 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 കല്ലുവേ ചെയ്യാത്തോടെ നടക്കണേ. പാറു ചേച്ചി ഞങ്ങളിവിടെ ഉണ്ട്. എന്നാ പാലുകൂടി. വേണ്ട ചേച്ചി. അത് വേണ്ടാത്ത വേണ്ടാത്തോണ്ട്. കല്ലു എന്നാ. എനിക്ക് വേണ്ട. ചേച്ചിക്ക് എന്തുകൊണ്ടാണോ അവ വേണ്ടാത്തത്? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നാ വന്ന് ഭക്ഷണം കഴിക്കും രണ്ടുപേരും. ബാ. വേണ്ട. ഭക്ഷണവും വേണ്ടേ? വേണ്ട. നിനക്കോ? എനിക്കും വേണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. സിദ്ധുവേ അച്ഛൻ മറ്റേട്ടാ തരാം രണ്ടിനും. സിദ്ധുവേ ആ വന്നേ. ദേ, ദേ രണ്ടിനും പാല് വേണ്ടെന്ന്. പാല് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാ മര്യാദയ്ക്ക് അവര് കുടിച്ചിട്ടുള്ളത്? കല്ലൂസേ പാറോ കുടിച്ചേ. ഭക്ഷണവും വേണ്ടെന്നാ പറയണേ. അല്ലയോ പിള്ളേരെ നിരാഹാരത്തിലാണ്. എവിടെങ്കിലും കറങ്ങാൻ കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്റെ അളിയ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി. മോൾസി കൊണ്ടുപോയി, നല്ല റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി, ഫോർട്ട് കൊച്ചി കൊണ്ടുപോയി, മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി. പിന്നെ അടുത്ത് എവിടെ പോരാ? കരഞ്ഞ് വിഷമിച്ച് കുഞ്ഞു വല്ലാണ്ടായി. വിഷമിച്ചോടോ. പാവം കുഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവളങ്ങ് ഇല്ലാണ്ടായിപ്പോയി. കല്ലൂസേ, കല്ലൂസിനെ എവിടെയാ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. അമ്മ ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുപോകും. ഇന്ന് പോകേണ്ട ആഗ്രഹത്തിന് അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ എന്താ കാര്യം? പറേ നീ നൈസിന് കൂടെ ഒന്ന് കയറ്റിയും കൂടല്ലേ? അല്ലേ പാറു നിങ്ങൾ ഇത് കുടിക്ക്. പറയണ കേക്ക്. ഞാൻ കൊണ്ടോവാ. ഞാൻ പിന്നെ കൊണ്ടോവാം. പിന്നെ അല്ലേ കൊണ്ടുപോണ്ടേ? ഇന്ന് പോണം. ഇന്നാ? അതിന് ഇന്നിപ്പോ ഇവരെ കൊണ്ടൊക്കെ പോവാൻ പറ്റിയ സ്ഥലം ഏതാ ഉള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ. வேண்டாமா? நீங்க சொன்ன படவலத்துல போற விஷயம் தானே சொல்ல போறீங்க. வேண்டாம் தாயே. ഒന്ന് പോവച്ചേ. നമുക്കേ കുഞ്ഞുങ്ങളെ വണ്ടർലായി കൊണ്ടുപോയാലോ? ഇപ്പൊ എറണാകുളത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം വണ്ടർലായ. അവിടെ ആണെങ്കിലേ മേവറിക് റൈഡ് ഉണ്ട്. അതിലിങ്ങനെ കേറിയിട്ട് ആകാശത്ത് കൊണ്ട് ഇങ്ങനെ നിർത്തും. നിർന്നിട്ടുണ്ടല്ലോ ഒരു കറക്കമുണ്ട്. അതിലൊക്കെ ഒന്ന് കയറണം. അമ്മൂമ്മോയ്, അമ്മൂമ്മക്ക് ഇതിനെ കുറിച്ചൊക്കെ അത്ര വലിയ ഗ്രാഹ്യമുണ്ടോ? എടാ വണ്ടർലായെ കുറിച്ച് ആർക്കാടാ അറിയാൻ വയ്യാത്ത? പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, സ്കൈ വീൽ. പിന്നെ വണ്ടർലാ സ്പ്ലാഷ് കേറി വെള്ളം ചീറ്റിട്ട് പോക്കുണ്ട്. എന്താ നമുക്ക് പോയേക്കാം. അല്ലയോ എന്താ പറയണേ? അപ്പൊ ഇന്ന് തന്നെ നമ്മള് നേരെ എവിടെ പോണേ? ഓ പോര് പോര്, നേരെ ഇങ്ങ് പോര്. ഓക്കെ. എവിടെ ആരും ഇറങ്ങില്ലേ? അളിയാ അളിയാ പോണ്ടേ? ആടെ വരുവാ. തൊറളിയാ എന്തളിയാ? പിന്നെ അളിയാ വണ്ടി വരാറായോ? വണ്ടി താ എത്തി കഴിഞ്ഞു. ഇവിടെ അടുത്തായി. എടാ ഏത് വണ്ടിയാ പറഞ്ഞേ? അതൊരു ചെറിയ ട്രാവലർ. ട്രാവലറാ? 4, 3, 7 ആൾക്ക് പോകാൻ പറ്റിയ ട്രാവലറാ? കുറച്ച് കളറാവട്ടില്ല. ചുമ്മാ പിച്ചിക്കലേ എന്തിനാണ്? അല്ല അമ്മമ്മേ എന്തായാലും ഇറങ്ങിയില്ലേ? ഇത് പോണ്ടേ?
വിളിച്ചു പോകുന്നേ? മര്യാദക്ക് ഡ്രസ്സൊന്നും ചെയ്യണ്ടേ? എന്തായത്? 4 ആള് കൂടുന്ന സ്ഥലമല്ലേ, ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ തന്നെയല്ല, നിങ്ങൾക്കൊരു മോശം വരണ്ടല്ലോ, അതുകൊണ്ടാ. ലച്ചു, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, കുഴപ്പമുണ്ടെങ്കിൽ മാറാം. മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും നമ്മുടെയൊക്കെ ഒരു വൈബിലെത്തിയത്. അപ്പൊ അളിയാ എങ്ങനാ പോവല്ലേ? ഇറങ്ങാം. ആ അപ്പൊ ഇനി നേരെ ഫ്രീ സ്റ്റൈലർ. ഓ കൊള്ളാലോടാ. നല്ല കിടുക്കുതാണല്ലേ. പിന്നെ വേറൊരു കാര്യം, വലിയവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഹെയർ കട്ട്സ് നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, പറ്റില്ല ചേച്ചി. അപ്പൊ എന്ത് ചെയ്യും? ചേച്ചിയും ഞാനും വളരെ 3 കൂടെ കയറിയാലോ? டேய் எனக்கும் ஆசையா இருக்குடா. പിന്നെ വാ കേറാ. കേശവനെ ഓ അമ്മൂമ്മ, അത്രയൊക്കെ വേണം നമുക്ക്. അമ്മൂമ്മക്ക് പറ്റിയ ഇഷ്ടംപോലെ വേറെ റൈഡ് ഉണ്ട്, അതീ കയറ്റാ. ഓക്കെ അല്ലേ? അപ്പൊ വാ അല്ലേ, വാളയാ. ടാറ്റാ. പിന്നിലെ താരകം താഴെ വന്നെന്നോ, അന്നു നീ വന്ന നാൾ വീടുണർന്നെന്നോ, പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി കണ്ണിലുണരും കുറുമ്പുമായി ആടാൻ പാടാൻ കൊഞ്ചി നീ കൂട്ടുവാ. ചൂളം മൂളിയോ നീ പാടി വന്നീ തീരം പൂക്കൾ മൂടിയോ, പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി കണ്ണിലുണരും കുറുമ്പുമായി ആടാൻ പാടാൻ കൊഞ്ചി നീ കൂട്ടുവാ. കണ്ണു പൊത്തി ഇനി കളിയാടാം കിടുക്ക് റൈഡായിരുന്നു അല്ലേ? പിന്നെ പോളയായിരുന്നല്ലേ. ഇനി അടുത്തത് അങ്ങേയറ്റത്തെ റൈഡുണ്ട്. സൂപ്പർ റൈഡാണ്. അവിടെ കയറി കഴിഞ്ഞാൽ അമ്മ വെള്ളത്തിലിട്ട് കറക്കിയെടുക്കണ പരിപാടിയാ. അങ്ങോട്ട് പോവാ. അതല്ല, 1 2 3 4 5 6. എടാ, ഒരാള് മിസ്സിംഗ് അല്ലേ? നമ്മള് മൊത്തം 7 പേരില്ലായിരുന്നു. അപ്പം 1 2 3 4 5 6 7 പേര്. എടാ, കനകാന്റി എവിടാ? ശരിയാണല്ലോ, കനകാന്റി എവിടെ? അല്ല, നമ്മൾ മറ്റേ കറങ്ങുന്നതിന് കയറിയപ്പോ കനകാന്റി കൂടെ ഇല്ലായിരുന്നാ? എടാ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നില്ലേ? ആണോ? അപ്പൊ കനകാന്റി എവിടെ? കനകാന്റി മിസ്സായാ? കനകാന്റി ചേടാ, ഇതിപ്പോ കനകാന്റിനെ എവിടെ പോയി തപ്പാൻ വേണ്ടിട്ടാ? ഞാനിപ്പോ നിക്കുന്നത് ആ റെഡ് ലൈറ്റ് കത്തിയ സ്ഥലം. ഇതിനകത്ത് കനകാന്റി എവിടെയാണോ എന്ന് അനൗൺസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാ നാണക്കേടാവും. പാറമട വീട്ടിൽ നിന്ന് വന്ന കനകാന്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. തപ്പിയെടുക്കാം. ഇനി പൂളിനകത്തെങ്ങാനും രണ്ടാളിയാ നിക്കുന്നു.
കനകാനി തപ്പം പോയ ആളോട് വായി നോക്കിക്കുവാണല്ലേ? ഞാനിവിടെ മൊത്തം തപ്പി കാണണ്ടേ? ഞങ്ങളോട് മൊത്തം തപ്പി കണ്ടാ? ഇല്ല. കേശു ആ അമ്മുമ്മ അമ്മൂമ്മനെ കല്ലൂരിനെ അവിടെ മഴ പിടിച്ചിരുത്തേക്ക. അവരവിടെ ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ അവരും കൂടെ മിസ്സാവും. വാ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പൂള് ഇറങ്ങിയാലോ? ലക്ഷ്യ പൂളിൽ ഇറങ്ങിയാലാ? എടോ ആദ്യം കാണാതായവരൊന്ന് കണ്ടുപിടിക്കട്ടെ. എന്നാ വാ തപ്പാം. നമുക്ക് അനൗൺസ്മെന്റ് ചെയ്താലോ? അനൗൺസ്മെന്റ് ഒന്നും കൂടെ തപ്പിക്കഴിഞ്ഞിട്ട് മതി. തൽക്കാലം അമ്മൂമ്മ എടുത്തോട്ട് പോവാം. ഞാനിപ്പോ കാണാണ്, ഇപ്പൊ ആ പിള്ളേർ അതിനകത്ത് കൂടി ഇങ്ങനെ ചാടി ഇറങ്ങി വരും. നോക്കണം. അമ്മൂമ്മ ഇവിടെ വന്ന് നിൽക്കുന്ന ഞാൻ അവിടെ ഇരുത്തിട്ടല്ലേ പോകുന്നത്. എത്ര നേരത്താണ് നോക്കിയിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ നിങ്ങളെ തിരക്കി ഇറങ്ങിയതാ. ആ ഞങ്ങൾ അമ്മൂമ്മനെ തപ്പി ഇറങ്ങിയതാ. പിന്നെ കൊച്ചിനെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കേശു എന്തിയെ? കേശു അറിയാൻ പാടില്ല കേശു എവിടെയാന്ന്. അയ്യോ പാവം, കനകത്തിനെ അന്വേഷിച്ച് നടക്കുമായിരിക്കും ഇപ്പം. വാ നമുക്ക് എന്തായാലും തപ്പാം. എന്നാ വാ, കൊച്ചിന് വിശക്കുന്നു, കൊച്ചിന് വല്ലതും മേടിച്ചു കൊടുക്കണ്ടേ? ഞാൻ കഴിക്കണ്ടേ? എനിക്ക് വിശക്കണം. എന്നാ വാ. അല്ലേ? എടുക്ക് അങ്ങോട്ട് തപ്പാ. അങ്ങോട്ടോ? അങ്ങോട്ട് വാ. ബിരിയാണി വെച്ചാൽ ബിരിയാണി. எவ்வளவு நாளாச்சு பாத்துட்டு எனக்கு. ரொம்ப நாளாச்சு. ஆமா ஆமா, எனக்கு ரொம்ப சந்தோஷம். நான் நல்லா இருக்கேன். நான் இப்ப இங்க ஊர்ல தான் இருக்கேன். ஆமா ஆமா, வாழைக்காலா. ஓகே ஓகே. எனக்கும் பார்த்ததுல ரொம்ப சந்தோஷம். நான் நல்லா இருக்கேன்ப்பா. லட்சுமியை பாத்தீங்களா? வந்திருக்காங்களா? இல்ல, அங்க இருந்தாங்களே பண்டிகை. ஞாபகம் இருக்கு. பண்டிகைல, கோயில் பண்டிகைல பாத்து. ஆமா ஆமா ஆமா, நானும் ரொம்ப மிஸ் பண்றேன் அதெல்லாம். அங்க இங்க பரோட்டா எல்லாம் தமிழ்ல பரோட்டா நல்லா இருக்கு மதுரையில. ஆமா, இங்கேயும் அதே மாதிரி தான். கேரளா பரோட்டா வந்து ரொம்ப ஃபேமஸ். பீஃப் நல்லா சமைப்பேன். இப்ப கேரளா ஸ்டைல் கூட சமைக்க கத்துட்டேன். இங்க அம்மா இருக்காங்கல்ல, ரொம்ப நல்லா cook பண்ணுவாங்க. லட்சு இங்க வாமா. இது வந்து நம்ம லட்சு. அது அம்மா, பாரு, கல்லு, சித்து. இது பாருங்க, இவங்க எல்லாம் எங்க ஊருக்காரங்க. அப்போ நீங்க போங்க. சரிங்க. ഒരു തോന്നിവാസം കാണിക്കരുത്. എവിടെയായിരുന്നു തോന്നേരം? ലച്ചു, அவங்க எல்லாம் மதுரைக்காரங்க. ആന്റിക്ക് എങ്ങനെ മനസ്സിലായി അവര് മധുരക്കാരാണെന്ന്? அவங்க என்ன பார்த்து நல்லா சிரிச்சாங்க. ഓഹോ, ചിരി കണ്ടാ എനിക്ക് അറിയാൻ പറ്റുമോ മധുരക്കാരാണെന്ന്? ஆமா லட்சு, எனக்கு நல்லா தெரியும். அவங்கள பார்த்த உடனே எனக்கு என்னோட ஊர் ஞாபகம் வந்துச்சு. பேசி பேசி நாங்க இங்க வரைக்கும் வந்துட்டோம். ആണല്ലേ? എന്നാ കഴിഞ്ഞോ പേശിയെല്ലാം? கொஞ்சம் கூட இருந்தது, ஆனாலும் பரவாயில்ல. ഒന്ന് പോയിട്ട് നടക്കങ്ങോട്ട്. കേശു എങ്ക മിസ് ആയിട്ടാനാ? മൂക്കടിച്ച് ഞാൻ പരത്തും കേട്ടാ. കേശു അല്ല, നീയാ മിസ് ആയത്. നടക്ക് പോ. ഇവിടെ അങ്ങനെ ആരും മിസ്സാവത്തൊന്നും ഇല്ല. കേശുവിടെ അടുത്തോടെല്ലാം കാണും. അല്ലൂസേ, നിനക്ക് വിശക്കുന്നില്ലേടി? നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് നമ്മൾ കേശുവിനെ തപ്പിയെടുക്കുന്നു. ഓക്കെ? നടക്ക്. എങ്ങനെ മിസ്സായണ്ടല്ലോ? இல்ல, போக மாட்டேன். അമ്മമ്മ, ഇതാണ് വിന്റേജ് കിച്ചൺ. ഇവിടുത്തെ പ്രീമിയം AC റെസ്റ്റോറന്റാ. നമുക്ക് ഇവിടെ കഴിച്ചാലാ? കമാൺ, വാ 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 വാ. പ്ലേറ്റ് വേണ്ട. വന്ന് പൊക്കോ 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 പൊക്കോ. പൊക്കോ 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 പൊക്കോ.
ആ തെണ്ടി. നടന്ന് ടാ, നീ ആ കനകാന്റീനെ അന്വേഷിച്ച് പോയവനല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് വെട്ടി വിഴുങ്ങണ? സത്യമായിട്ട് ഞാൻ കനകാന്റി അന്വേഷിച്ചു പോയതാ. അങ്ങനെ പോയി തപ്പി നമ്മുടെ മറ്റേ കുറെ സ്ഥലത്ത് പോയി തപ്പി. അവസാനം ഇവിടെ വന്ന് നോക്കിയപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ കറുത്ത ഡ്രസ് ഇട്ട് ഏതെങ്കിലും ഒരു ചേച്ചി ഇതിനകത്തോട്ട് കയറി പോയത്. അപ്പൊ അവര് പറഞ്ഞു കുറെ ചേച്ചിമാരുണ്ട്, അപ്പൊ പോയി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ കയറിയപ്പം കണ്ടപ്പോ ഫുഡ് ചേട്ടൻ പറഞ്ഞ് വെച്ചക്കണ മക്കളെ കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നതാ, അല്ലാതെ സത്യമായിട്ടും തപ്പാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ അല്ല ഇവിടെ കനകാന്റി എവിടെ കിട്ടി? ഓ വലിയ കഥയാ, പിന്നെ പറയാ. It's just another day. I think of my journey so far. I have been living in a little wonderland. Wonder what kept me going. I find it's better changing. I have been wanting to be someone good enough. Seeing those stars that shine at me, blinking every time. അപ്പൊ ഇതാണ് അടുത്ത റൈഡ്, ബട്ടർഫ്ലൈ റൈഡ്. അപ്പൊ ഞാൻ 2 ദിവസമാണ്. അപ്പൊ ഞാനും കരാൻറ്റി ഉള്ളതുണ്ട്. അതേ വേറെ പടി. ഓക്കെ ആൻഡി ചിരിതൂകും മണ്ണിൻ മുത്തേ നീ, ഇരവിൻ പൊന്നക്ഷത്രം മുയമാനം മൂടും നാളിൽ വാ, മഴവില്ലായി മാറും നീ. Seeing those stars that shine at me, blinking every time, getting a glimpse of them. അമ്മു മോയ്, ഇതാണ് നെറ്റ് ക്ലൈംബിംഗ്, അങ്ങനെയും പറയാം. ചോനോത്തിന്റെ തെങ്ങേറും മാവൂറുന്നത് ഡയലോഗ് പിടിച്ചിട്ട് അത് തെങ്ങും മാവും, അത് നെറ്റ് മാത്രം വരാം. There is some magic around. I see some wonder worker making me feel it's getting better every time. I've got this beautiful അമ്മമ്മ എന്താ ഇതിനകത്ത് കയറാതെ? അയ്യോ അതെനിക്ക് പറ്റത്തില്ല മോനെ, എന്നെ കൊണ്ട് താങ്ങത്തില്ല. മോനും തയ്യാറാഞ്ഞേ? ഞാൻ അമ്മമ്മക്ക് കൂട്ടുവന്നല്ലേ, അല്ലാതെ പേടിച്ചിട്ടല്ല. എനിക്കെന്ത് പേര്? എനിക്ക് മനസ്സിലായി. eyes of mine. நான் இப்படி குதிக்க மாட்டேன். ലോകത്തിന്റെ ഉന്നതങ്ങളിൽ ഞങ്ങൾ ചെന്നു. നീ എത്തിയല്ലോ അവിടെ, അത് മതി. അപ്പൊ എങ്ങനാ അടുത്തത് വാ.
അപ്പോ നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് വണ്ടർലയുടെ പുതിയ ആർക്കേഡിലോട്ട്. ഓക്കെ അല്ലേ? നിന്നെയും പറഞ്ഞ പോകണി മാറിയാ? ചേച്ചി നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ റൂം എടുത്തിട്ട് ഇന്ന് ഇവിടെ തങ്ങാം. എന്നിട്ട് നാളെ ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോവാം. പാറൂസേ, നമുക്ക് എന്താണേലും വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഒന്നുകൂടെ വരാം. അല്ലയാ അപ്പൊ എങ്ങനെ ഇറങ്ങിയാലോ? ഇറങ്ങാം. നേരെ ഇറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, ഒന്ന് കറങ്ങുന്നു, സ്ട്രൈറ്റ് പാറമടേ. ഓക്കേ ബാബു. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.